അദ്ദേഹം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമീപ്യം കൊണ്ട് തന്നെ വലിയ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ആറന്മുളയിൽ വിമാനത്താവളത്തിനെതിരായ സമരത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളെല്ലാം അതനുഭവിച്ചതാണ്. ഇതൊരു ആറന്മുളയുടെയോ ഇതൊരു ചെമ്പൻമുടിയുടെയോ മാത്രം കാര്യമായിരുന്നില്ല. കേരളത്തിലെ എണ്ണം പറഞ്ഞ സമര കേന്ദ്രങ്ങളിലേക്ക് പരിസ്ഥിതിയും ജനതയും തമ്മിലുള്ള ബന്ധത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പല ഒരു പറഞ്ഞിട്ടുള്ള അത് മതികെട്ടാഞ്ചോലയിലെ പ്രശ്നമായാലടക്കം എവിടെയെല്ലാമാണോ പരിസ്ഥിതിക്ക് പോറലേൽക്കുന്നത്, എവിടെയെല്ലാമാണോ സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അവിടങ്ങളിലേക്കെല്ലാം സഖാവ് VS ഓടിയെത്തി. സഖാവ് VSൻ്റെ സാമീപ്യം തന്നെ ആ സമരങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുന്നതിലേക്കെത്തി. സ്ത്രീ പീഡകരോട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആ കാര്യത്തിലെല്ലാം ശക്തമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനകീയ സമരങ്ങൾ എന്നത് സഖാവ് VSൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി മാറിയത്. അങ്ങനെയുള്ള ഒരാൾ വിടവാങ്ങുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു വിടവായി തന്നെ കേരളത്തിന് മുമ്പിൽ അനുഭവപ്പെടുകയാണ്. ജനകീയ സമരങ്ങളുടെ മുന്നണിയിൽ ആ പേരുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആവേശം വിതറിയാണ് സഖാവ് VS നിന്നത്. അനുഭവങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും VS എന്നത് ആവേശകരമായ ഒന്നായി മാറിയത് തങ്ങളുടെ ജീവിതത്തെ അദ്ദേഹം സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഒരാൾക്കാവുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. മഹാനായ VS എന്ന് അങ്ങനൊരു വാക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അങ്ങേയറ്റം പാവങ്ങളും സാധാരണക്കാരുമായ ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടാണ് അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ